ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ നൽകിയ ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്താം. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പ ആൻഡ് ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം തെരഞ്ഞെടുപ്പുകളുടെ ഒരു യാത്രയാണ്. ഓരോ ദിവസവും നാം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. ഇന്നത്തെ ലോകത്തിൽ എല്ലാവരും വിജയവും സമാധാനവും സന്തോഷവും എന്നും തേടുന്നവരാണ്. എന്നാൽ പലർക്കും ജീവിതത്തിൽ ശരിയായ ദിശ കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം എല്ലാ വഴികളും ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. മറ്റുള്ള എല്ലാവരും വളരെ എളുപ്പമുള്ള വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത നല്ല ശീലങ്ങളും സത്യസന്ധതയും കാരണം നമുക്ക് ജീവിതത്തിൽ വലിയ ഒറ്റപ്പെടൽ അനുഭവപ്പെടാറുണ്ടോ? ശരിയായ വഴിയിലൂടെ നടക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നമ്മളെ പരിഹസിക്കുകയാണോ സാധാരണ ചെയ്യാറ്? പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും നാം തോറ്റുപോയതിൻ്റെ ലക്ഷണമല്ല, മറിച്ച് നമ്മൾ വിജയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പാതയിലാണ് എന്നതിൻ്റെ തെളിവാണെന്ന് പഠിപ്പിക്കുന്ന അതിശക്തമായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 7:14 വചനം ഇപ്രകാരമാണ്: ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാത്രേ. ഈ വചനം മുന്നറിയിപ്പും പ്രചോദനവും ഒരുമിച്ച് നൽകുന്നു. ഓരോ മനുഷ്യനും ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. AD 50-60 ഇടയിൽ അപ്പോസ്തലനായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷമാണിത്. മത്തായി 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ യേശു ദൈവരാജ്യത്തിൻ്റെ ജീവിത ശൈലി നമ്മെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ ജനക്കൂട്ടത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു ആത്മീയ ഉപദേശമാണിത്. ഈ വചനത്തിൽ ഞെരുക്കമുള്ള വഴി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അമർത്തപ്പെടുക അല്ലെങ്കിൽ കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുക, ടു ബി പ്രസ്ഡ് ഓർ സ്ക്യൂസ്ഡ് എന്നാണ്. യേശുക്രിസ്തു മലഞ്ചെരുവിൽ ഒത്തുകൂടിയ വലിയൊരു ജനക്കൂട്ടത്തെ നോക്കിയാണ് ഈ വാക്കുകൾ സംസാരിക്കുന്നത്. പണ്ടുകാലത്തെ നഗരങ്ങൾക്ക് 2 തരത്തിലുള്ള പടിവാതിലുകൾ ഉണ്ടായിരുന്നു. വലിയ വാഹനങ്ങൾക്കും ജനങ്ങൾക്കും എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയുന്ന വലിയ വീതിയുള്ള വാതിലുകൾ. മറ്റൊന്ന്, ശത്രുക്കളിൽ നിന്ന് നഗരത്തെ സംരക്ഷിക്കാൻ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ചെറിയ ഇടുങ്ങിയ വാതിൽ. ആ വാതിലിലൂടെ കടക്കണമെങ്കിൽ കയ്യിലുള്ള വലിയ ഭാരങ്ങളെല്ലാം താഴെ വെച്ച് വളരെ ശ്രദ്ധിച്ചു വേണമായിരുന്നു പോകാൻ. ഭൂരിപക്ഷം ജനങ്ങൾ എളുപ്പമുള്ള വലിയ വാതിലൂടെ പോകുമ്പോൾ ജീവനിലേക്ക് നയിക്കുന്ന ആ ചെറിയ വാതിൽ തിരഞ്ഞെടുക്കാൻ തൻ്റെ അനുയായികളെ പ്രചോദിപ്പിക്കാനാണ് യേശു ഈ ഉപമ പറഞ്ഞത്. മനുഷ്യ സ്വഭാവം എളുപ്പമുള്ള വഴികളെ ഇഷ്ടപ്പെടുന്നു. നമുക്ക് കുറുക്കു വഴികൾ ഇഷ്ടമാണ്. ഉടൻ ഫലം ലഭിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും മാത്രമാണ് ലഭിക്കുന്നത്. ഒരു വിദ്യാർത്ഥി പഠിക്കണം, കായിക താരം പരിശീലിക്കണം, ഒരു സംരംഭകൻ പരിശ്രമിക്കണം. അതുപോലെ ദൈവികവും അർത്ഥവത്തുമായ ജീവിതത്തിന് സമർപ്പണം ആവശ്യമാണ്. ഇടുങ്ങിയ വഴി എന്നത് കഷ്ടപ്പാടിൻ്റെ വഴി മാത്രമല്ല, അത് ലക്ഷ്യബോധത്തിൻ്റെയും കൂടെ വഴിയാണ്. സത്യം തിരഞ്ഞെടുക്കുന്ന വഴി, സത്യസന്ധത തിരഞ്ഞെടുക്കുന്ന വഴി, വിശ്വാസം തിരഞ്ഞെടുക്കുന്ന വഴി. ഈ വചനം ആത്മീയ ജീവിതത്തിന് മാത്രമല്ല ദൈനംദിന ജീവിതത്തിനും ബാധകമാണ്. ഇടുങ്ങിയ വഴി ചിലപ്പോൾ ഇതായിരിക്കാം: വ്യാപാരത്തിൽ സത്യസന്ധത പാലിക്കുക, ജോലിയിൽ നീതിപൂർവം പ്രവർത്തിക്കുക, മറ്റുള്ളവർ മോശമായി പെരുമാറിയാലും ദയ കാണിക്കുക, മടിപ്പിനേക്കാൾ അച്ചടക്കം തിരഞ്ഞെടുക്കുക, ഭയത്തെക്കാൾ വിശ്വാസം തിരഞ്ഞെടുക്കുക. ഈ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും എളുപ്പമല്ല. ചിലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടവനായി തോന്നാം. എന്നാൽ ഓർക്കുക, ജനക്കൂട്ടം പോകുന്ന ദിശ എല്ലായ്പ്പോഴും ശരിയായ ദിശ ആയിരിക്കണമെന്നില്ല. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ള ജീവിത പാഠങ്ങൾ? 1, വ്യത്യസ്തനാകാൻ ഭയപ്പെടരുത്. ശരിയായ കാര്യം ചെയ്യാൻ ജനക്കൂട്ടത്തെ പിന്തുടരേണ്ടതില്ല. 2, അച്ചടക്കം വിജയത്തിലേക്ക് നയിക്കുന്നു. സ്ഥിരതയും പരിശ്രമവും വലിയ ഫലങ്ങൾ നൽകും. 3, ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വഴി പ്രയാസകരമായാലും ലക്ഷ്യം മഹത്തരമാണ്. 4, യാത്രയിൽ ദൈവത്തെ വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക.
ദൈവം എളുപ്പമുള്ള വഴി വാഗ്ദാനം ചെയ്തിട്ടില്ല, പക്ഷേ അവൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധികളും കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, നമ്മൾ ശരിയായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാനും അച്ചടക്കത്തോടെ ജീവിക്കാനും ദൈവവഴിയിൽ നടക്കാനും എപ്പോഴും വലിയ വില കൊടുക്കേണ്ടി വരും. തെറ്റായ വഴികളിലൂടെ നടക്കാൻ ഒരു പ്രയത്നവും ആവശ്യമില്ല. ലോകത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീന്തിയാൽ മാത്രം മതി. എന്നാൽ ആ വലിയ വഴി ചെന്നെത്തുന്നത് വലിയൊരു തകർച്ചയിലാണ്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, നമ്മുടെ ഉള്ളിൽ അഹങ്കാരവും ദേഷ്യവും മോശം ചിന്തകളാകുന്ന വലിയ ഭാരങ്ങളും താഴെ വെച്ചാൽ മാത്രമേ ഈ ഇടുങ്ങിയ വാതിലിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കൂ. ഈ വഴിയിൽ ആളുകൾ കുറവായിരിക്കാം, എന്നാൽ ഈ വഴിയുടെ അവസാനം നിത്യമായ ജീവനും വലിയൊരു വിജയവുമാണ് നമ്മെ കാത്തിരിക്കുന്നത്. കാരണം കല്ലും മുള്ളും നിറഞ്ഞ ആ ഞെരുക്കമുള്ള വഴിയിലൂടെ നമുക്ക് മുൻപേ നടന്ന് കുരിശു മരണത്തിലൂടെ വീണ്ടും ജനനത്തിലൂടെ എഴുന്നേറ്റതോടെ നമുക്ക് ജയം തന്നവനാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ആ ഇടുങ്ങിയ വഴിയിലൂടെ ധൈര്യപ്പെട്ട് മുന്നോട്ട് നടക്കുക. ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മളെ ഓരോരുത്തരെയും വഴി നടക്കുക. അതുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ വലിയ ആൾക്കൂട്ടത്തെ കണ്ട് ഭയപ്പെടേണ്ട. ജനക്കൂട്ടത്തെ പിന്തുടരുന്നതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം, സത്യത്തെ പിന്തുടരുന്നതാണ്. പ്രശസ്തിയേക്കാൾ ലക്ഷ്യം തിരഞ്ഞെടുക്കുക, സൗകര്യത്തെക്കാൾ സ്വഭാവ ഗുണം തിരഞ്ഞെടുക്കുക, ഭയത്തെക്കാൾ വിശ്വാസം തിരഞ്ഞെടുക്കുക. ഇടുങ്ങിയ വഴി ചിലപ്പോൾ കഠിനമായിരിക്കും, പക്ഷേ അത് ജീവിതത്തിലേക്കും നമ്മുടെ സമാധാനത്തിലേക്കും ദൈവാനുഗ്രഹത്തിലേക്കും നയിക്കുന്നു. ദൈവം നമ്മെ ശരിയായ വഴി തിരഞ്ഞെടുക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും ശക്തിപ്പെടുത്തട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യന്തം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ സുപ്രഭാതത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ സുപ്രഭാതത്തിൽ കർത്താവേ അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെയും ഇത് പങ്കുവയ്ക്കുന്ന നിൻ്റെ മക്കളെയും നിൻ്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, അവരെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരെ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിൻ്റെ ചിറയൻ മറവിൽ അവരെ മറക്കണമേ. കർത്താവേ, നിൻ്റെ കൃപ നിൻ്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. എത്ര ഭാരപ്പെട്ട പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളായാലും കർത്താവേ, നീ കൂടെ ഇരുന്ന് ആശ്വാസം അരുളണമേ. കർത്താവേ, അവരുടെ വഴിയെ നീ ഒന്ന് നോക്കണമേ. കർത്താവേ, നല്ല വഴികളിൽ മാത്രം സഞ്ചരിപ്പാൻ കർത്താവേ, നീ കാണിച്ചു കൊടുക്കുന്ന പാതയിലൂടെ മാത്രം സഞ്ചരിപ്പാൻ കർത്താവേ, നിൻ്റെ കൃപ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരും തള്ളിക്കളഞ്ഞാലും നീ ഞങ്ങൾക്ക് പാതയൊരുക്കി ഞങ്ങളെ വഴി നടത്തുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, പലപ്പോഴും ഇനി എങ്ങനെ മുമ്പോട്ട് എന്നറിയാതെ ഞങ്ങൾ പകച്ചു നിന്നിട്ടുണ്ട്. കർത്താവേ, വഴി അറിയാതെ ഞങ്ങൾ പകച്ചു നിന്നിട്ടുണ്ട്. ജീവിതം മടുത്തു പോയിട്ടുണ്ട്. ഇനി ജീവിക്കേണ്ട എന്ന് തോന്നിയിട്ടുണ്ട്. ഭാരങ്ങളാൽ, പ്രയാസങ്ങളാൽ, രോഗങ്ങളാൽ, കടങ്ങളാൽ, കർത്താവെ, പലവിധമായ ബുദ്ധിമുട്ടുകളാലും ഞങ്ങൾ ജീവിതം വഴിമുട്ടിയപ്പോൾ കർത്താവെ, നീ മാത്രമാണ് ഞങ്ങളെ വഴി നടത്തിയത്. ഇനിയുള്ള ജീവിതവും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. സർവവും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. വചനം കേൾക്കുന്ന മക്കളെ കർത്താവെ, നിന്റെ കൃപ മൂലം ഒരു പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ. നീ ശുദ്ധീകരിക്കണമേ. അവർ കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായി ജീവിപ്പാൻ കൊണ്ട് നീ അനുഗ്രഹിക്കണമേ. അവർ കൊടുത്തിരിക്കുന്ന എല്ലാത്തിനെയും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് വീണ്ടും ഭരമേൽപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവേ, എത്രവിധ പരീക്ഷകളിലായിരുന്നാലും പൂർണ്ണമായി വിടുതൽ നൽകണമേ. സങ്കടത്തിലായിരുന്നാലും കർത്താവെ, ആശ്വാസം നൽകണമേ. ജീവിതത്തിൻ്റെ വഴിയെ നീ കാണിച്ചു കൊടുക്കണമേ. നിൻ്റെ ശബ്ദം കേട്ട് ജീവിപ്പാൻ തക്കൊണ്ട് നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ തൃപ്പാദത്തിൽ മറച്ചു കൊള്ളണമേ. കർത്താവെ, എത്ര വലിയ ഭാരങ്ങളായാലും നിൻ്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവരെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം നീ കൊടുക്കണമേ. അവരുടെ വേദനകൾക്ക് കുറവ് നീ കൊടുക്കണമേ. ആശ്വാസദായകൻ നീ മാത്രമാണ്. കർത്താവെ, നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ, പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്നവരെ കർത്താവ് വെറും കൈയോടെ നീ വിടരുതേ. കർത്താവെ, നീ അഭിഷേകം ചെയ്യണമേ. നീ നിറയ്ക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ആപത്ത് അനർത്ഥങ്ങൾ അവർക്ക് വരരുതേ. കർത്താവെ, പിശാച് അവരെ നോക്കുവാൻ പോലും ഇടയാക്കരുതേ. കർത്താവെ, ജഡിക മോഹങ്ങൾക്ക് അധീനരായി ജീവിക്കാതെ നിന്റെ സിംഹാസനത്തിൻ്റെ പങ്കാളികളാകുവാൻ കർത്താവെ, സ്വർഗം തുറന്നവരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. അവരുടെ നല്ല ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ. പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജപിച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.